വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശ്യാമയ്ക്കാണെങ്കിൽ പപ്പിമോളെ തിരികെ കൊടുക്കുന്നുണ്ട് സുസ്മിത. അന്നേരം ഈ കുട്ടിയെ കെട്ടിപ്പിടിച്ച് ശ്യാമ ഇങ്ങോട്ട് കരയുന്നുണ്ട്. എന്നിട്ട് നെറ്റിയിൽ മുത്തൊക്കെ കൊടുക്കുന്നുണ്ട്. മോള് അമ്മയോട് ക്ഷമിക്ക്, അമ്മയ്ക്ക് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു എന്ന് പറയുമ്പോൾ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അമ്മ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അമ്മ പോയതല്ല, പോകേണ്ടി വന്നതാണ്. മോൾക്ക് എന്തെങ്കിലും വേണോ, ആഹാരം ഭക്ഷണം എന്തെങ്കിലും വേണോ, വിശക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കിത്തിരി വെള്ളം മാത്രം മതി, വല്ലാതെ ദാഹിക്കുന്നു എന്നിങ്ങനെ കുട്ടി ദയനീയമായിട്ട് പറയുമ്പോൾ അങ്ങ് ഒരുപാട് വിഷമാവുന്നുണ്ട്. ശ്യാമയ്ക്ക് വിഷമാവുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ശ്യാമ താഴേക്ക് ഇറങ്ങി വരികയാണ്. അന്നേരം രോഹിത് സുസ്മിതയും കൂടി അവിടെ ഹാളിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. അതിനുശേഷമാണെങ്കിൽ പിന്നെ ശ്യാമ അങ്ങ് അടുക്കളയിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോകാൻ പോകുമ്പോൾ സുസ്മിത പിടിച്ചു നിർത്തുകയാണ്. നീ ഞങ്ങളെ ചതിച്ചു, അപ്പോൾ നീ ഇനി ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് അല്പം വെള്ളം കൊടുക്കണം, അത് വല്ല ദാഹിച്ചിരിക്കുകയാണ്, അതിനുശേഷം നിങ്ങൾ പറയുന്ന എന്ത് ഞാൻ കേട്ടോളാം എന്ന് പറഞ്ഞിട്ട് ശ്യാമ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സുസ്മിത പിടിച്ചു നിർത്തുകയാണ്. എന്നിട്ട് നീ ഇനി ഞങ്ങൾ പറയുന്ന ഒന്നും കേൾക്കണ്ട, ഞാൻ പറയുന്നതൊന്നും കേൾക്കാത്ത നീ ഇനി ഈ വീട്ടിൽ വേണ്ട, ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം എന്നിങ്ങനെ പറയുമ്പോൾ ഈ രാത്രി കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എവിടെ പോകാനാണ്, നേരം വെളുത്തിട്ട് ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ ഇല്ല, ഇപ്പോൾ തന്നെ ഇറങ്ങണമെന്ന് സുസ്മിത കടുംപിടുത്തം പോലെ പറയുന്നുണ്ട്. രോഹിത് ഇതെല്ലാം കേട്ടുകൊണ്ട് കസേരയിൽ തന്നെ കാലും കയറ്റി ഇരിക്കുകയാണ്. തുടർന്ന് ശ്യാമ രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് തറയിലേക്ക് ഇരുന്നിട്ട് ഇങ്ങനെ കാലിൽ പിടിച്ച് പറയുന്നുണ്ട്, രോഹിത്തെ ഈ സുസ്മിതയോട് പറ, ഞാൻ നേരം എടുത്തിട്ട് പോയിക്കോളാം, ഇറക്കി വിടരുതെന്ന് എന്ന് പറയുമ്പോൾ സുസ്മിത പറഞ്ഞത് നീ കേട്ടിരുന്നെങ്കിൽ നിനക്കിപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ശ്യാമയ്ക്ക് മനസ്സിലാവുകയാണ് രോഹിത്തും ചേർന്നുകൊണ്ടാണെന്നുള്ളത്. അന്നേരവും പിന്നെ ഈ കുട്ടിയാണെങ്കിൽ അമ്മ വെള്ളം വേണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എണീക്കേടി എന്നും പറഞ്ഞിട്ട് ശ്യാമയെ പിടിച്ചങ്ങോട്ട് സുസ്മിത എഴുന്നേറ്റിട്ട് പുറത്തേക്ക് കൊണ്ടു. അവളുടെ ഒരു വെള്ളം എന്നൊക്കെ പറയുമ്പോഴും ഈ കുട്ടിയാണെങ്കിൽ ശ്യാമയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അന്നേരം ശ്യാമയെ പിടിച്ച് വലിച്ചുകൊണ്ട് സുസ്മിത പുറത്തേക്ക് അങ്ങോട്ട് എറിയുന്നുണ്ട്, മുറ്റത്തേക്ക് എറിയുകയാണ്. ശ്യാമ മുറ്റത്തിൽ നിന്ന് വീഴുന്നുണ്ട്. അന്നേരം അയ്യോ അമ്മയെന്നും പറഞ്ഞ് ഈ കുട്ടി ഓടി ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. സുസ്മിതയെ ചതിച്ചിട്ട് നീ ഇനി ഇവിടെ കഴിയാമെന്ന് വിചാരിക്കേണ്ട, ഞാനത് മനസ്സിൽ ഉറപ്പിച്ച് തന്നെയാണ് വന്നത്. പിന്നെ എന്നെ ചതിക്കുന്ന, എനിക്കെതിരെ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ചെലവിൽ കഴിഞ്ഞിട്ട് എനിക്കെതിരെ പാല് പണിയുന്നവർ ഈ കുടുംബത്തെ വേണ്ട, ഇത് ഒരു നിമിഷം പോലും കളയൽ, നീ ഇവിടുന്ന് പൊയ്ക്കൊള്ളണം എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമയാണെങ്കിൽ പതുക്കെ എഴുന്നേൽക്കുന്നുണ്ട്. അതിനുശേഷം രോഹിതിനോ അവിടേക്ക് വന്ന് നിൽക്കുകയാണ്. രോഹിതിനോട് ചോദിക്കുന്നുണ്ട്, ഭാര്യയും കൊച്ചിനെയും പുറത്താക്കുന്നതിൽ നിനക്ക് വല്ല വിരോധമെന്ന് ചോദിക്കുമ്പോൾ ആരുടെ ഭാര്യ ആരുടെ കൊച്ച് എന്നിങ്ങനെ രോഹിത് ചോദിക്കുമ്പോൾ ശ്യാമയും ഈ പപ്പിയും ഒരേപോലെ ഇങ്ങനെ വിഷമിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ശ്യാമ എഴുന്നേറ്റിട്ട് രോഹിത്തെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ രോഹിത് ഒരക്ഷരം മിണ്ടാതെ അകത്തേക്ക് പോയിട്ട് ആ കസേരയിലേക്ക് ചെന്നിരിക്കുകയാണ്. പക്ഷെ അന്നേരം രോഹിത്തിൻ്റെ മുഖത്ത് ചെറുതായൊരു വിഷമം ഫീൽ ചെയ്യുന്നുണ്ട്. തുടർന്നാണെങ്കിൽ പിന്നെ ഇവിടെ ഈ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് സുസ്മിത അകത്തേക്ക് കയറിയിട്ട് വാതിലടച്ച് കുറ്റിയിടുകയാണ്. പക്ഷെ അന്നേരവും ഈ രോഹിത്തിൻ്റെ മുഖത്ത് ആ ചെറിയൊരു വിഷമം തളങ്ങിട്ട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. തുടർന്ന് ഈ പപ്പിയാണെങ്കിൽ ശ്യാമയോട് ചോദിക്കുകയാണ്, നമുക്ക് പോകാം അമ്മേ, നമ്മളെന്തിനാ ഇവിടെ വെറുതെ നിന്ന് വഴക്ക് കേൾക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പോവാം മോളെ, നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട, പോകാം എന്നിങ്ങനെ ശ്യാമ പറഞ്ഞിട്ട് കുട്ടിയും കൊണ്ട് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് പിറ്റേന്ന് രാവിലെ സുബൈർക്കായുടെ വീട്ടിലേക്ക് അനൂപ് വരുന്നുണ്ട്. നൂറും അനൂപും കൂടി മുറ്റത്തും സംസാരിക്കുകയാണ്. അനൂപ് എന്തിനാ ഇങ്ങോട്ട് വന്നത്, നസീർ ഖാൻ എങ്ങാനും കണ്ടുകൊണ്ട് വന്ന ആകെ പ്രശ്നമാകും, പൊയ്ക്കോ എന്ന് പറയുമ്പോൾ അത് നീ എൻ്റെ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതെന്ന് പറയുമ്പോൾ അത് എന്നിങ്ങനെ പറയുന്നുണ്ട്. നിൻ്റെ തീരുമാനം എന്താണെന്ന് എനിക്ക് അറിയണം എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ എനിക്ക് എൻ്റെ വാപ്പച്ചി വേദനിപ്പിച്ചിട്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, വാപ്പച്ചിയുടെ അഭിമാനമാണ് എനിക്ക് വലുത് എന്ന് പറയുമ്പോൾ അനൂപ് ഇപ്പോൾ പൊയ്ക്കോ എന്ന് പറയുകയാണ്. അന്നേരം തുടർന്ന് നൂറ് അങ്ങോട്ട് തിരിയുമ്പോൾ ഈ സുബൈർ ആണെങ്കിൽ ജനലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവർ ഈ സംസാരിക്കുന്ന സീൻ കാണുന്നുണ്ട്. അന്നേരം അനൂപ് നൂറിൻ്റെ കൈ പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്നേഹത്തിന് നീ ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അനൂപിനെ ഇഷ്ടമാണ്, കഴിക്കാനായിട്ട് സമ്മതമാണ്, പക്ഷേ എൻ്റെ വാപ്പച്ചി ധിക്കരിച്ചിട്ട് ഞാൻ ഇറങ്ങി വരില്ല, എന്നും ഞാൻ അനൂപിൻ്റെ പെണ്ണായിട്ട് തന്നെ ജീവിക്കുകയും ചെയ്യും, മറ്റൊരു നിക്കാഹ് വന്നാൽ അതിൻ്റെ മയ്യത്തിൽ അവസാനിക്കൂ എന്നിങ്ങനെ പറയുമ്പോൾ അത് നിൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് തുല്യമല്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് വാപ്പച്ചിയുടെ അഭിമാനം തന്നെയാണ് വലുത്, വാപ്പച്ചി സങ്കടപ്പെടുത്തിയിട്ട് എനിക്കൊന്നും ഇറങ്ങി വരാനും സാധിക്കില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അനൂപിൻ്റെ കൈയും വെട്ടിച്ചിട്ട് നൂറാണെങ്കിൽ അങ്ങ് അകത്തേക്ക് കയറുമ്പോൾ മുറ്റത്തെത്തുമ്പോൾ സുബൈർക്ക് അവിടെ ജനലിൽ കൂടെ നോക്കുന്നത് കാണുന്നുണ്ട്. അന്നേരം സങ്കടപ്പെട്ട് നൂറ് അകത്തേക്ക് അങ്ങ് കയറിപ്പോയി റൂമിൽ ചെന്നിരുന്നിട്ട് അങ്ങ് പൊട്ടി കരയുകയാണ്. ഈ സുബൈറൊന്നും വെളിയിലേക്ക് ഇറങ്ങുന്നില്ല. പക്ഷെ അനൂപും പെട്ടെന്ന് വണ്ടിയെടുത്ത് അങ്ങ് പോകുന്നുണ്ട്. ഈ സമയം അവിടെ കുടുംബശ്രീ വീട്ടിൽ സത്യമാണെങ്കിൽ ഉറക്കം ഉണരുന്നുണ്ട്. എന്നിട്ട് നേരെ വെളുത്തോ ഒന്ന് നോക്കിയിട്ട് ഷിറ്റൊക്കെ മാറ്റിയിട്ട് ശാരദാമ്മയെന്ന് വിളിക്കുന്നുണ്ട്. ശാരദാമ്മ വിളി കേൾക്കുന്നില്ല. അന്നേരം വിളിച്ചാലും കേൾക്കില്ല എന്നും പറഞ്ഞ് ഓടി അപ്പുറത്തെ മുറിയിലേക്ക് വരുമ്പോൾ ശാരദാമ്മ അവിടെ താറ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നേരത്തെ എണീറ്റ് വന്ന് ചോദിക്കുകയാണ്. അന്നേരം ചായ എടുക്കുമെന്ന് പറയുകയാണ്. അന്നേരം പോയി വായും മുഖവും കഴുകിയിട്ട് വാന്ന് പറയുമ്പോൾ ആദ്യം ചായ പിന്നെയെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ സത്യമോൾക്ക് ഭയങ്കര മടിയായിട്ട് വരികയാണല്ലോ, പണ്ടാണെങ്കിൽ പല്ല് പോലും തേക്കാതെ ജലപാനം കഴിക്കാത്ത കുട്ടിയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഇനി അതിൻ്റെ കുറവ്
വേണ്ട, ഞാൻ പോയി മുഖം കഴുകിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഈ സത്യമാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫ്രണ്ടിലത്തെ ഡോർ ഇങ്ങനെ തുറക്കുന്നുണ്ട്. തുറക്കുമ്പോഴത്തേക്ക് അവിടെ സിറ്റ് ഔട്ടിൽ അകത്താണെങ്കിൽ ശ്യാമ ഇങ്ങനെ തറയിൽ ഇരുന്നുറങ്ങുന്നു. മടിയിൽ ഇങ്ങനെ പപ്പിയും കിടന്നുറങ്ങുകയാണ്. അന്നേരം പപ്പിയും ശ്യാമ ആൻറ്റിയോ എന്ന് പറഞ്ഞിട്ട് അവരെ ഉണർത്താതെ തന്നെ തിരിച്ച് ശാരദാമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് പപ്പി. എന്നിട്ട് ശാരദാമ്മയെന്ന് വിളിക്കുമ്പോൾ ഇതിപ്പോൾ കഴിയും, തരാം മോളെ എന്ന് പറയുമ്പോൾ അതല്ല, പുറത്ത് പപ്പി എന്ന് പറയുകയാണ്. അന്നേരം പപ്പിയോ, അതെ ശ്യാമ ആൻറ്റിയും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ വന്ന് അവരെ അങ്ങനെ തറയിലിരുന്ന് ഉറങ്ങുന്ന ഒരു ഇത് കാണുമ്പോൾ ശാരദാമ്മയ്ക്കും വിഷമം തോന്നുന്നുണ്ട്. തുടർന്ന് മോളെ ശ്യാമ എന്നും പറഞ്ഞ് ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട്. എന്താ മോളെ ഇതൊക്കെ, നീ എപ്പോഴാണ് വന്നതെന്നിങ്ങനെ ചോദിക്കുമ്പോൾ, എന്നെ എന്താ വിളിക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്യാമയാണെങ്കിൽ പപ്പിയെ ഉണർത്തുന്നുണ്ട്. എന്നിട്ട് ശ്യാമ അങ്ങ് എഴുന്നേറ്റിട്ട് ശാരദാമ്മയെ കെട്ടിപ്പിടിച്ചും കരയുകയാണ്. അന്നേരം എന്താ മോളെ, നീ വെറുതെ കരഞ്ഞ് കുഞ്ഞിനെ കൂടി സങ്കടപ്പെടുത്താതെ എന്ന് പറയുമ്പോൾ, എനിക്ക് വയ്യമ്മേ, മടുത്തു, എനിക്കിനി സഹിക്കാനൊന്നും വയ്യ, ഞാൻ അതിൽ കൂടുതൽ അനുഭവിച്ചു, എനിക്ക് വയ്യ എന്ന് പറയുമ്പോൾ സങ്കടപ്പെടേണ്ട, കുഞ്ഞ് നോക്കുന്നു, വാ നമുക്ക് അകത്തേക്ക് പോയിട്ട് ബാക്കി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ശ്യാമയും പപ്പിയും കൂട്ടി ശാരദാമ്മ അകത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. അന്നേരം സത്യം ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ്. ഈ സമയം വിഷ്ണു ആണെങ്കിൽ ഓട്ടോ ഇറക്കുന്നുണ്ട്. അതിനുശേഷം ഓട്ടോയിൽ നെയിം ബോർഡൊക്കെ എഴുതുകയാണ്. ഒരു പയ്യനാണെങ്കിൽ ഇങ്ങനെ നെയിം എഴുതിയിട്ട് അതിൻ്റെ സ്റ്റിക്കർ ഇങ്ങനെ വലിച്ചിളക്കുന്നുണ്ട്. അന്നേരം കമലിനും വിഷ്ണുവും കൂടെ ഉണ്ട്. വിഷ്ണുവിൻ്റെ കൂടെ കമലിനും ഉണ്ട്. അന്നേരം എങ്ങനെയുണ്ടാ പേരെന്ന് ചോദിക്കുമ്പോൾ, നല്ല ഐശ്വര്യമുള്ള പേരാശാനെ, ഇത് പുതിയൊരു തുടക്കമാണ് എന്നിങ്ങനെ പറയുമ്പോൾ, കളക്ടറുടെ ജാമ്യത്തിലാണ് ലോൺ എടുത്തിരിക്കുന്നതെങ്കിലും മാസം ഞാൻ തന്നെ ലോൺ അടയ്ക്കണ്ടേ എന്ന് പറയുകയാണ്. അന്നേരം അതിനുള്ളതൊക്കെ കിട്ടും ആശാനെ, സാധാരണക്കാരുടെ വാഹനമാണ് ഓട്ടോ, നമ്മുടെ നാട്ടിൽ സാധാരണക്കാരിലെ കൂടുതൽ, അപ്പോൾ പിന്നെ അതെന്തായാലും നടക്കും, ഇതൊരു പുതിയ തുടക്കം തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആ സ്റ്റിക്കർ ഒട്ടിച്ച പയ്യനാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഓട്ടോ സ്റ്റാൻഡിൽ കാര്യമൊക്കെ സംസാരിച്ചില്ലേ എന്നിങ്ങനെ കമലിനോട് ചോദിക്കുകയാണ്. അന്നേരം ആശാൻ ഓട്ടോയും കൊണ്ടങ്ങോട്ട് ചെന്നേച്ചാൽ മതി, അവർ കാത്തിരിക്കുകയാണ്, പിന്നെ ലോറി താവളത്തിലെ കാര്യമൊക്കെ ഞാൻ കുറച്ച് കയറ്റി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ആശാനെ അവിടുത്തെ നേതാവാക്കും എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ പറഞ്ഞു വന്ന അടിക്കൊരു പഞ്ഞം ഇല്ലല്ലേ എന്ന് ചോദിക്കുകയാണ് വിഷ്ണു. തുടർന്ന് ചോദിക്കുന്നുണ്ട്, അല്ല ഭാര്യ കളക്ടറാണെന്ന് പറഞ്ഞോ? അന്നേരം ഇല്ല ആശാനെ, പറയണോ ചോദിക്കുമ്പോൾ ഒരൊറ്റ വീക്കെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ കൈയൊങ്ങുന്നുണ്ട്. അതൊന്നും പറയണ്ട, പലരൊക്കെ കയറുന്നതാണ്. പിന്നെ അത് പറഞ്ഞൊരു സംസാര വിഷയമായിട്ട് പിന്നെ അത് ശാലിനിയുടെ കാതിലെത്തും. ചിലപ്പോൾ അയാൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും, പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ ചിലപ്പോൾ കാണും, ഞാൻ കൂടെ ആയിട്ട് വെറുതെ എന്തിനാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പിന്നെ കമലിനാണെങ്കിൽ അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞിട്ട് ഓട്ടോയിലേക്ക് ചേർന്ന് നിന്ന് ഓട്ടോയ്ക്ക് മൊത്തമൊക്കെ കൊടുക്കുകയാണ്. വിഷ്ണു അതൊക്കെ നോക്കി കാണുന്നുണ്ട്. അന്നേരം ആദ്യമായിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, നമുക്ക് പിന്നെ കുടുംബശ്രീ ക്ഷേത്രത്തിലേക്കൊന്ന് പോകാം. അന്നേരം അതെവിടെ ആശാനെ, നീ കേട്ടിട്ടില്ല, നമുക്ക് ഈ ഓട്ടോ കൊണ്ടുപോയി അവിടെ കുടുംബശ്രീ ക്ഷേത്രത്തിൽ കൊണ്ട് ഒന്ന് പൂജിച്ചിട്ട് വരാം, നീ കയറെന്ന് പറയുകയാണ്. തുടർന്ന് കയറടാന്ന് പറയുമ്പോൾ കമലം കയറുന്നുണ്ട്. വിഷ്ണു തൊട്ടൊക്കെ തൊഴുതിട്ട് വണ്ടിയിൽ കയറുന്നുണ്ട്. അതിനുശേഷം സ്റ്റാർട്ടാക്കിയിട്ട് തൊഴുതൊക്കെ ചെയ്ത് വണ്ടി ഓടിച്ച് പോവുകയാണ്. ഈ സമയം അവിടെ സത്യയും പപ്പിയും കൂടി സ്കൂളിലെ ആ ഒരു ഡാൻസ് കോമ്പറ്റീഷന് വേണ്ടി പാട്ടൊക്കെ ഇട്ട് ഡാൻസിങ്ങിനെ പ്രാക്ടീസ് ചെയ്യുകയാണ്. അന്നേരം ഇത് ജനലിൽ കൂടി ശാരദാമ്മ നോക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അതെ കളിക്കുന്ന പ്രാക്ടീസൊക്കെ കൊള്ളാം, പക്ഷെ ഒന്നാം സമ്മാനം കൊണ്ടേ വരാവൂ എന്ന് പറയുമ്പോൾ, അതൊക്കെ ഞങ്ങളേറ്റു ശാരദാമ്മ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികൾ വീണ്ടും പ്രാക്ടീസ് തുടരുന്നുണ്ട്. ഈ സമയം അവിടെ ശാലിനിയാണെങ്കിൽ ഈ ശ്യാമയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ശാരദാമ്മ അവിടേക്ക് വരുന്നുണ്ട്. ഇതുവരെ പറഞ്ഞു തീർന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെ തീരാവുന്നതല്ലല്ലോ എന്ന് പറയുമ്പോൾ, അത് ഇവനെ കള്ളും അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നതല്ലേ ഈ സുസ്മിത തന്നെയാണ് അതിനെല്ലാത്തിനും കാരണം, അതൊക്കെ കെട്ടടങ്ങുമ്പോൾ അവന് നന്നാവണമെന്ന് വിചാരിച്ച് അവന് സ്വയം തോന്നിയല്ലേ പറ്റൂ എന്ന് പറയുമ്പോൾ, എന്നാൽ ഒരാളിങ്ങനെ വാങ്ങിക്കൊടുക്കുമ്പോൾ അതനുസരിച്ച് ചെയ്യുകയാണോ വേണ്ടത്, അത് ഒന്ന് ചിന്തിച്ചുകൂടെ എന്നൊക്കെ ഇങ്ങനെ ശാലിനിയും തിരിച്ച് ചോദിക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ശ്യാമ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നേ ഉള്ളൂ. ശാരദാമ്മ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് ഇനി ഇവൾ അങ്ങോട്ടത്തേക്ക് പോകണ്ട എന്നുള്ളതാണ്, അവന് എല്ലാ കാര്യങ്ങളും ഭാര്യയും കൊച്ചുമൊക്കെ വേണമെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ടത്തേക്ക് വരട്ടെ, അപ്പോൾ പറഞ്ഞു അങ്ങനെ നന്നാവട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി പറയുകയാണ്, അത് ചിലപ്പോൾ ജയിലിനകത്തുള്ളവർക്കായിരിക്കും അങ്ങനെയുള്ള വിധി, അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള വിധി എന്ന് പറയുമ്പോൾ എന്താ പറയുന്നതെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം രോഹിത് ഇങ്ങനെ ഈ സുസ്മിതയും ചന്ദ്രബോസും കൂടി രോഹിത്തിനെ മുൻനിർത്തി നടക്കുന്ന ഇല്ലീഗലായിട്ട് നടത്തുന്ന ബിസിനസ്സിനെ കുറിച്ച് രഹസ്യാന്വേഷണത്തിന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, ഏത് സമയവും അവിടെ ഒരു റെയ്ഡ് നടക്കാവുന്നതാണ്, ഇന്ന് നടക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ ചിലപ്പോൾ രോഹിത്തിനെ അറസ്റ്റ് ചെയ്യും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശ്യാമയ്ക്ക് പെട്ടെന്ന് വെപ്രാളം വന്നിട്ട്, അയ്യോ അപ്പോൾ രോഹിത്ത് നിങ്ങൾ ചോദിക്കുകയാണ്. അന്നേരം ശാലിനിക്ക് ഒരു ചെറിയ ചിരി വരുത്തിയിട്ട് ശാലിനി ചോദിക്കുകയാണ്, അതേ കണ്ടില്ലേ അമ്മേ, ഇത്രയും നേരം രോഹിത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നവളാണോ ഈ പറയുന്നത്, അവൾ രോഹിത്തിന് ഒരു ആപത്ത് വരുന്നു എന്ന് കേട്ടപ്പോൾ അവളെല്ലാം മറന്നത് കണ്ടില്ലേ, വിഷമം വന്നത് കണ്ടില്ലേ എന്ന് പറയുകയാണ്. അന്നേരം അത് അങ്ങനെയല്ലേ മോളെ, എന്തായാലും അവളുടെ കഴുത്തിൽ അവൻ താലി കെട്ടിയതല്ലേ, അപ്പോൾ പിന്നെ അത് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുകയാണ്.
അന്നേരം ശാലിനി പറയുന്നുണ്ട് ഈ ചന്ദ്രബോസിൻ്റെ ബുദ്ധിയാണ് ഇതെല്ലാം, രോഹിത്തിനെ മുൻനിർത്തിയിട്ട് അവരാണ് പിന്നിൽ ഇതെല്ലാം ചെയ്യുന്നത്. പിടിക്കപ്പെട്ടാൽ രോഹിത്തിനെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള ഒരു ആയുധം മാത്രമാണ് അവർക്ക് രോഹിത്ത്. അവരതിൽ നിന്നും തലയൂരുകയും ചെയ്യും, രോഹിത്ത് അകത്താവുകയും ചെയ്യും. ഇങ്ങനെ റെയ്ഡ് നടന്ന രോഹിത്ത് ഇന്ന് തന്നെ ചിലപ്പോൾ അറസ്റ്റ് ആകും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശ്യാമയ്ക്കും ശാരദാമ്മയ്ക്കും ഒക്കെ അങ്ങോട്ട് വിഷമമാവുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ശാലിനിക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. അന്നേരം ഫോണിൽ ഇങ്ങനെ ഹലോ എന്നാക്കുമ്പോൾ തന്നെ അപ്പുറത്ത് നിന്നുള്ള അത് സംഭാഷണം കേട്ടിട്ട് ശാലിനി അങ്ങ് ചാടി എഴുന്നേൽക്കുകയാണ്. അന്നേരം ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ മുഖം മാറുന്നുണ്ട്, അതവർ ശ്രദ്ധിക്കുകയാണ്. ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം എന്താ മോളെ എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ രോഹിത്തിനെ അറസ്റ്റ് ചെയ്തു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാരദാമ്മയും ശ്യാമയും ഇങ്ങനെ ഒരുപോലെ ഞെട്ടിയിട്ട് അയ്യോ കുഞ്ഞേച്ചി അപ്പോൾ രോഹിത്ത് എന്നൊക്കെ ഇങ്ങനെ ശ്യാമ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് രോഹിത്തിനെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അവിടെ സത്യഭാമയുടെ പഴയ വീട്ടിലെ പോലീസുകാരൊക്കെ എത്തിയിട്ടുണ്ട്. അന്നേരം ചന്ദ്രബോസും അവിടേക്ക് വണ്ടിയിൽ വരികയാണ്. ചന്ദ്രബോസ് വന്നിറങ്ങുമ്പോൾ തന്നെ കാണുന്നത് രോഹിത്തിനെ അകത്തു നിന്നും സർക്കിൾ ഇൻസ്പെക്ടറൊക്കെ അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. അന്നേരം രോഹിത്തിനെ ഇങ്ങനെ ചന്ദ്രബോസ് നോക്കുന്നുണ്ട്. പക്ഷേ ചന്ദ്രബോസിനൊന്നും ആദ്യമൊന്നും പറയാൻ, രോഹിത്ത് ഇങ്ങനെ ആ ഒരു ഭയത്തോടു കൂടി തന്നെ നിൽക്കുകയാണ്. തുടർന്ന് ഈ ചന്ദ്രബോസ് ആ സർക്കിളിനോട് ചോദിക്കുന്നുണ്ട്, ഇത് എന്തിൻ്റെ പേരിലായാലും ഇതൊരു മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണെന്നേ ഞാൻ പറയൂ എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ കള്ളച്ചാരായം ഉണ്ടാക്കുന്നതും അത് വിൽപ്പന നടത്തുന്നതും നല്ല നടപടിയാണെന്നാണോ സാറ് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇങ്ങനെ ഈ ഒരു നടപടി മനുഷ്യത്വരഹിതമാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അയാളെ ആരോ ഇവനെ കുടുക്കിയതാണെന്ന് പറയുമ്പോൾ ശാലിനി വിഷ്ണു, കളക്ടറായ ശാലിനി വിഷ്ണു ഒരിക്കൽ കെണിയിൽ ഇവൻ വീണതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഇവനെ ഇവിടെ നിന്ന് തെളിവിൻ്റെ വ്യക്തമായ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇവിടെ നിന്ന് തെളിവൊക്കെ പിടിച്ചിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അറസ്റ്റ് ചെയ്തത്, സഹകരിക്കാതെ സാറ് സഹകരിക്കണം, നമുക്ക് നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനേ സാധിക്കുകയുള്ളൂ എന്നിങ്ങനെ ഈ സർക്കിളും പറയുന്നുണ്ട്. അന്നേരം ഈ ചന്ദ്രബോസ് ഈ സർക്കിളിനെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇവൻ പിന്നെ ഈ കളക്ടർ ശാലിനിയുടെ ഭർത്താവിൻ്റെ പേരിലുള്ള വീട് ലേലത്തിൽ പിടിച്ചതാണ് ഈ രോഹിത്ത്. അനാഥനായ ഇവൻ ഇത്രയൊക്കെ സ്വത്തിൻ്റെ അവകാശിയായാലും ഒരു ഫ്രസ്ട്രേഷനാണ് അവരിവനെ മനഃപൂർവ്വം കുടുക്കിയതാണ്, തെളിവൊക്കെ അവർ തന്നെ കൊണ്ടുവച്ചതാണ്. ആരുടെ ഇതിൻ്റെ പേരിലാണ്, സമ്മർദ്ദത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത്, പറയണം മിസ്റ്റർ എന്നിങ്ങനെ പറഞ്ഞ് ചന്ദ്രബോസ് ഇങ്ങനെ ആ ഒരു സർക്കിളിനോട് ദേഷ്യപ്പെടുകയാണ്. അന്നേരം ഈ സർക്കിളൊന്നും മിണ്ടുന്നില്ല. പക്ഷേ ആ സമയത്ത് അകത്ത് നിന്നും ശ്രീരഞ്ജിനി ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ മതിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഈ ശ്രീരഞ്ജിനിയെ കാണുമ്പോൾ ചന്ദ്രബോസ് തെല്ലൊന്ന് ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ ശ്രീരഞ്ജിനി ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഞാൻ പറഞ്ഞാൽ മതിയോ മിസ്റ്റർ ACP എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് ഈ രോഹിത്തിനെ അങ്ങോട്ട് പിടിച്ച് മുന്നോട്ട് നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഒരു ACPയുടെ മൂക്കിൻ തുമ്പത്ത് നിന്നും ഇങ്ങനെ ഒരാളിവനെ അറസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം സ്വാഭാവികമാണ്, അത് ഞാനും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ നിങ്ങളുടെ മുന്നിൽ ഇതിനൊന്നും മറുപടി പറയേണ്ടത് പ്രോട്ടോക്കോൾ അനുസരിച്ച് അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല, എന്നാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം എന്നിങ്ങനെ ശ്രീരഞ്ജിനി പറയുകയാണ്. അന്നേരവും ബാക്കി എല്ലാ പോലീസുകാരും ഇങ്ങനെ സല്യൂട്ട് അടിച്ച് നിൽക്കുകയാണ്. ചന്ദ്രബോസിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അകത്തുനിന്ന് സുസ്മിതയും വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, 2-3 ദിവസങ്ങളായി, കുറച്ചധികം ദിവസങ്ങളിലായിട്ട് ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നിരീക്ഷണത്തിലായിരുന്നു ഇവൻ. വ്യക്തമായ തെളിവോടുകൂടിയാണ് ഇവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും ഇവിടെ വന്നു പോയിട്ടുള്ളവരും ഞങ്ങളുടെ നിരീക്ഷണത്തിലും സംശയത്തിൻ്റെ കണ്ണിലുമാണ് എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിതയും ACPയും ഒന്ന് പേടിച്ച്, ഈ ചന്ദ്രബോസ് ഒന്നിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അന്നേരവും രോഹിത്ത് മനസ്സിലാവുകയാണ് താൻ പെട്ടു എന്നുള്ളത് അവിടെ മനസ്സിലാവുകയാണ്. ഇത്രയുമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ രോഹിത്തിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമായിരിക്കും. ഇത് തന്നെയായിരിക്കും നടത്തുന്നത്. രക്ഷിക്കാനായിട്ട് പറ്റില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി ബാക്കി സുസ്മിതയുടെയും ചന്ദ്രബോസിൻ്റെയും കളി എന്താകുമെന്നുള്ളതാണ്. രോഹിത്തിനെ രക്ഷിക്കാനായിട്ട് എന്തായാലും അവരാരും ചെല്ലില്ല എന്ന് തോന്നുന്നു. ഇനി ശാലിനി തന്നെ ആയിരിക്കും പോകുന്നതൊക്കെ. അന്നേരം രോഹിത്തിന് മനസ്സിലാകുമായിരിക്കും അവർ തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ളത്. പിന്നീടാണ് ഇനി വിഷ്ണു ഓട്ടോയുമായിട്ട് ഇവിടേക്ക് വരുന്നതൊക്കെ. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.